എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു വേദിയിലേക്ക് എന്നെ സംസാരിക്കുന്നതിന് ക്ഷണിച്ച എസൻസ് ഗ്ലോബൽ വയനാട് യൂണിറ്റിൻ്റെ എല്ലാ പ്രവർത്തകർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. നമ്മളിന്ന് ഇവിടെ സംസാരിക്കുന്നത് കളിവഞ്ചിയിലെ തുള എന്നൊരു തലക്കെട്ടിലാണ്. ഈ കളിവഞ്ചി നമുക്കറിയാം, പല തരത്തിൽ പേപ്പർ കൊണ്ടാണ് നമ്മൾ കളിവഞ്ചി മിക്കവാറും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ മഴവെള്ളത്തിലും ചെറിയ ചാലിലും തോട്ടിലുമൊക്കെ നമുക്ക് ഒഴുക്കി കളിക്കാൻ ആണ് കളിവഞ്ചി. അപ്പോൾ എന്തിനാണ് കളിവഞ്ചി എന്ന് വെച്ചാൽ ഒരു രസമാണ് അല്ലേ, ഒരു രസം. അപ്പോൾ ഈ കുട്ടികളെ ഇതിന് സഹായിക്കുന്നത് മുതിർന്നവരാരെങ്കിലും ചിലപ്പോൾ സഹായിക്കും, അല്ലെങ്കിൽ കുട്ടികൾ തന്നെ ഉണ്ടാക്കും, ഈ കളിവഞ്ചി ഉണ്ടാക്കും, എന്നുവെച്ചാൽ വെള്ളത്തിൽ ഒഴുക്കി കളിക്കും. പക്ഷേ ഇപ്പോൾ ഈ ചിത്രത്തിൽ, ഇടതുവശത്തെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, ഒരു കുട്ടി ഈ ഒരു കളിവഞ്ചിയിൽ ഒരുപാട് സ്വപ്നങ്ങൾ കാണുകയാണ്. ഒരു കളിവഞ്ചിയിൽ അവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ട് ഒരു കടൽ കടന്നു പോകുന്നതായിട്ട് അവൻ സ്വപ്നം കാണുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പിന്നെ ശ്രീകുമാർ മേനോൻ എന്ന ഒരു സംവിധായകൻ നമ്മുടെ മലയാള ഭാഷയ്ക്ക് നൽകിയ ഒരു പ്രയോഗമാണ് പ്രതീക്ഷയുടെ അമിതഭാരം എന്നൊരു പ്രയോഗം. ഇപ്പോൾ പ്രതീക്ഷയുടെ അമിതഭാരമൊന്നും പേറാനുള്ള ശേഷി ഈ കളിവഞ്ചിക്കില്ല. അപ്പോൾ ഈ കളിവഞ്ചി കൊണ്ട് നമുക്ക് ഈ വലിയ ജലാശയമൊന്നും മറികടക്കാൻ സാധ്യമല്ല. അപ്പോൾ നമ്മൾ ഈ ചെറിയ ജലാശയമൊക്കെ കളിവഞ്ചി കൊണ്ട് മറികടക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും മറികടക്കുന്നത്? ഇങ്ങനെ മറികടക്കാൻ പറ്റും. അപ്പോൾ ഈ കളിവഞ്ചിയുമായിട്ട് നീന്തിപ്പോവാം. അപ്പോൾ ചെറിയ നീന്തൽക്കുളമൊക്കെ ആണെങ്കിൽ ഈ കളിവഞ്ചിയോട്ട് നീന്തിപ്പോവാം. അപ്പോൾ ഈ കളിവഞ്ചിയുമായി ഒരാൾ ഒരു ജലാശയം, ചെറിയ ജലാശയമാണ്, നമ്മുടെ നീന്തൽക്കുളമാണ്, ഒരു ജലാശയം അയാൾ മറികടന്നു എന്ന് പറഞ്ഞാൽ അത് കളിവഞ്ചി ഇല്ലാതെയും മറികടക്കാമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളൊരു കാര്യം, ഒരു പ്രതിസന്ധി നമ്മൾ നിഷ്ഫലമായ ഒന്നുമായിട്ട് നമ്മൾ തരണം ചെയ്തു എന്ന് നമ്മൾ പറയുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് മനസ്സിലാക്കാം? അതില്ലാതെയോ അത് പറ്റുമായിരുന്നു മനസ്സിലാക്കാം. ജീവിതത്തിൽ ഇത്തരത്തിൽ പല സംഗതികളെ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഈ കളിവഞ്ചിയുമായി നീന്തി കടന്നിട്ട് കളിവഞ്ചിയും കൊണ്ടാണ് നടന്നതെന്ന് പറയുന്ന കുറേ സംഗതികൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് ചികിത്സയുടെ രംഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇത് തന്നെ അല്ലയോ അത് എന്ന് നമുക്ക് തോന്നും. ഏത്? ഈ ആയുഷിൻ്റെ കീഴിൽ വരുന്ന ഈ സംഗതികൾ നമുക്ക് കേട്ടുപരിചയമുള്ള സംഗതികൾ, ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ നമുക്ക് കേട്ടുപരിചയമുണ്ട്. അപ്പോൾ അങ്ങനെ യാഥാർത്ഥ്യം എന്താണ്? ഇതുമായി നിങ്ങൾക്ക് ചെറിയ നീന്തൽക്കുളമൊക്കെ നീന്തി കിടക്കാം എന്നുള്ളതല്ലാതെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പ്രതീക്ഷയുടെ അമിതഭാരമൊന്നും ഏൽക്കാനുള്ള ശേഷിയൊന്നും അതിനില്ല. അപ്പോൾ ഇതിലെന്തൊക്കെ, ഈ ആയുഷിൽ എന്തൊക്കെയാണ് വരുന്നത്? ആയുഷിൽ വരുന്നത് രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് പൊതുവിൽ വരുന്നത്. ഒന്ന്, കാലഹരണപ്പെട്ടു പോയ ചികിത്സകളും, രണ്ടെന്ന് പറയുന്നത് സമ്പൂർണ്ണമായും വ്യാജമായ ചികിത്സകളും. അതിൽ കാലഹരണപ്പെട്ടതെന്ന് പറഞ്ഞാൽ പണ്ട് ഏതോ കാലത്തെ മനുഷ്യർ അവർ നടത്തിയിരുന്ന കുറച്ച് ചികിത്സാ ശ്രമങ്ങളാണ് അത്. പക്ഷേ ഇന്നത്തെ കാലത്ത് അതിന് യാതൊരു സാങ്കത്യവുമില്ല. ഇന്നത്തെ കാലത്ത് ആ കാലഹരണപ്പെട്ടു പോയ ചികിത്സകൾക്ക് യാതൊരു സാങ്കത്യവുമില്ല. അതിൽ വരുന്നതാണ് നമ്മുടെ ആയുർവേദവും സിദ്ധവൈദ്യം, യുനാനി, അത്തരത്തിലുള്ള കാലഹരണപ്പെട്ടു പോയ ചികിത്സാ ശ്രമങ്ങൾ ഉണ്ട്. അതുപോലെ സമ്പൂർണ്ണമായും വ്യാജമായ ഹോമിയോപ്പതി, പിന്നെ റേക്കി, അക്യൂപങ്ചർ, ഇതുമാതിരിയുള്ള സമ്പൂർണ്ണമായും വ്യാജമായ ചികിത്സകളും നമുക്ക് ഈ കൂട്ടത്തിൽ, ഇതെല്ലാം കൂടി ഒരു കുടക്കീഴിലാക്കി വെച്ചിരിക്കുന്നതാണ് ആയുഷ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നോക്കുന്നത് ഈ തുള വീണ് പോകുന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഒരു പിഴവ് പറ്റിയാൽ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ പിഴവ് പറ്റി എന്നൊരു ആരോപണം വരുന്നത്, അല്ലെങ്കിൽ ഒരു കേസ് വരുന്നത് ഏത് രീതിയിലാണ്, ഇത്തരത്തിൽ എങ്ങനെയാണ് വരുന്നതെന്നാണ് നമ്മളോട് പരിശോധിക്കുന്നത്. അതിൽ നമുക്ക് എന്താ മനസ്സിലാവുക? ഇത്തരം കേസുകൾ പരിശോധിക്കുന്നതിലൂടെ, ഇത്തരം ആരോപണങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത് എന്നുള്ളതാണ് നമ്മളൊന്ന് പരിശോധിക്കാൻ നോക്കുന്നത്. ഈ പിഴവ് പറ്റിയാൽ ഉപേക്ഷ വരിക, അല്ലെങ്കിൽ കൃത്യവിലോപം സംഭവിക്കുക, ശ്രദ്ധക്കുറവ് സംഭവിക്കുക, അങ്ങനെ മറ്റൊരാൾക്കൊരു അപകടം സംഭവിക്കുക, അതിന് ഈ നാട്ടിൽ നിയമമുണ്ട്, ക്രിമിനൽ നിയമങ്ങളുണ്ട്. IPC-യിലാണെന്നുണ്ടെങ്കിൽ 304A, അതിന് ഉപേക്ഷ വിചാരിച്ച് തരണം, അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് കാരണം, അല്ലെങ്കിൽ പിഴവ് പറ്റിയത് കാരണം വേണ്ടത്ര ശ്രദ്ധ ഒരു കാര്യത്തിൽ അർപ്പിക്കാതെ മറ്റൊരാൾക്ക് അപകടം പറ്റുന്നതിന്, അത് ഒരു മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് 2 വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റമുണ്ട്. ഇതാണ് ഈ ചികിത്സയെ സംബന്ധിച്ചും വാഹനാപകടങ്ങളെ സംബന്ധിച്ചും ഒക്കെ തന്നെ ഈ വകുപ്പാണ് അവിടെ മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നത്.
മറ്റ് ക്രിമിനൽ വകുപ്പുകൾ എന്ന് വെച്ചാൽ 337, 338 വകുപ്പുകൾ IPCയുടെ വകുപ്പുകൾ ഈ മരണമല്ലാതെയുള്ള ഈ പരിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ചികിത്സ കൊണ്ടാകാം, വാഹനാപകടം കൊണ്ടാകാം ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വകുപ്പുകളുണ്ട്. അതുപോലെ മറ്റ് സിവിൽ നിയമങ്ങൾ കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കൺസ്യൂമർ നിയമങ്ങൾ അങ്ങനെ തന്നെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകൾ വാസ്തവത്തിൽ ചികിത്സാ രംഗത്ത് എങ്ങനെയാണ് ഈ ആയുർവേദത്തിൻ്റെയും ഹോമിയോപ്പതിയുടെയും പോലെയുള്ള ആ ഒരു ആയുഷിൻ്റെ കീഴിൽ വരുന്ന സ്ഥലത്ത് എങ്ങനെയാണ് അത്തരം കേസുകൾ ഇരിക്കുന്നതെന്നും മോഡേൺ മെഡിസിനിൽ അത്തരം കേസുകൾ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നും ഒന്ന് താരതമ്യപ്പെടുത്തിയതിന് ശേഷം ഇതിൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കാനുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഉപേക്ഷ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, യഥാർത്ഥത്തിൽ വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മൾ വേണ്ടത്ര കരുതലെടുക്കുന്നില്ല. ഒരു സാധാരണ ഒരു മനുഷ്യൻ ഒരു ആളെടുക്കുന്ന കരുതൽ ഈ ആൾ എടുക്കുന്നില്ല. ഇപ്പോൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ അയാൾ കയ്യിൽ തീറ്റ സാധനങ്ങളും മൊബൈൽ ഫോണും ഒക്കെ പിടിച്ചാണ് ഓടിക്കുന്നത്. അതൊരു കരുതലല്ല. യഥാർത്ഥത്തിൽ അയാൾക്ക് അറിയാം അങ്ങനെ ഒരു കരുതലെടുക്കാതെ വണ്ടി ഓടിച്ചാൽ അത് അപകടത്തിലാകുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന് ലൈസൻസ് ഉണ്ട്, അദ്ദേഹത്തിന് വണ്ടി ഓടിച്ച് പരിചയമുണ്ട്, അദ്ദേഹത്തിന് അറിയാം ഇങ്ങനെ വണ്ടി ഓടിച്ചാൽ അത് അപകടത്തിലെത്തും എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. എന്നാലും അത് ഉപേക്ഷ വിചാരിച്ച് അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് അപകടത്തിലാവും. അതാണ് ഈ ഒരു കൃത്യവിലോപം, ചികിത്സാ പിഴവ്, ശ്രദ്ധക്കുറവ് എന്നൊക്കെ നമ്മൾ ഈ പറയുന്ന കാര്യത്തിൻ്റെ അടിസ്ഥാനപരമായ സംഗതി ഇതാണ്. നമുക്ക് ഇൻ്റർനെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നൂറുകണക്കിനോ ആയിരക്കണക്കിനോ ചികിത്സാ പിഴവിൻ്റെ കേസുകൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പം ഞാനൊരു വെറുതെ ഒരു ഉദാഹരണത്തിനൊരെണ്ണം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ ഒരു പ്രശസ്തമായ ഒരു കേസാണ്. അപ്പോൾ കൃഷ്ണറാവു വേഴ്സസ് നിഖിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നൊരു കേസാണ്. ഇത് 2010 ഇതിൻ്റെ ജഡ്ജ്മെൻറ്റ് വരുന്നത്. അതിന് മുന്നേ നടന്ന ഒരു കേസാണ്. അതിൽ സംഭവിച്ചത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക്, കൃഷ്ണറാവുവിൻ്റെ ഭാര്യയ്ക്ക് യഥാർത്ഥത്തിൽ മലേറിയയായിരുന്നു. എന്നാൽ ഈ ആശുപത്രിയിൽ നിന്ന് കിട്ടിയത് ടൈഫോയിഡിനുള്ള ചികിത്സയാണ് കിട്ടിയത്. അപ്പോൾ മലേറിയ കണ്ടുപിടിക്കാതിരിക്കുകയും, മലേറിയ ഇന്ത്യയിലെ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ വളരെ സർവ്വസാധാരണമായ ഒരു രോഗമാണ്. ആ രോഗം ഒരു കൃത്യമായ പരിശോധനയിലൂടെ കണ്ടെത്തിയില്ല എന്നും അതിന് കൃത്യമായൊരു ചികിത്സ കിട്ടിയില്ല എന്നും അങ്ങനെ ആ കൃത്യമായ ചികിത്സ കിട്ടാതിരിക്കുക വഴിയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചത് എന്നും കൊടുത്ത ചികിത്സ ടൈഫോയിഡിനുള്ളതായിരുന്നു എന്നുള്ളതാണ് കേസ്. അപ്പോൾ ഇതിൽ കോമ്പൻസേഷനായിട്ട് 2 ലക്ഷം രൂപ കൊടുക്കാനായിട്ടുള്ള വിധി വന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കേസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? എന്താണ് ഈ ഒരു ശരിയായ പരിശോധനയും ശരിയായ ചികിത്സയും എന്ന് വെച്ചാൽ ശരിയായ മോഡേൺ മെഡിക്കൽ പരിശോധനയും ശരിയായ മോഡേൺ മെഡിക്കൽ ചികിത്സയും അവർക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് ഇവിടെ പരാതി. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു രീതിയുണ്ട്. ഇത് ഒരു സ്റ്റാൻഡേർഡ് ആധുനിക ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റാൻഡേർഡ് കെയർ അവർക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് പരാതി. അതിലൊരു കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയിട്ടാണ് ഇത് കൊടുക്കുന്നത്, ഇങ്ങനെ ഒരു കോമ്പൻസേഷൻ കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ ഇതൊരു ഉദാഹരണത്തിനെടുത്താണ്. എന്നാൽ നമുക്ക് അങ്ങനെ ഒരുപാട് കേസുകളൊന്നും തന്നെ നമുക്ക് ആയുഷിൻ്റെ ഇതിൽ കാണാൻ കഴിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് നോക്കാം. ഇത് അത്തരത്തിലുള്ള ആയുർവേദത്തോട് ബന്ധപ്പെട്ട ഈ ചികിത്സാ പിഴവുകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പൊതുവിൽ ചികിത്സാ പിഴവുകൾ അല്ലെങ്കിൽ മെഡിക്കൽ നെഗ്ലിജൻസ് ഇതിനെ സംബന്ധിച്ച ഒരു ലേഖനം കിട്ടിയതാണ്. ഇത് ജേണൽ ഓഫ് ആയുർവേദ ആൻഡ് ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സയൻസസ് എന്ന് വെച്ചാൽ ആയുർവേദവും മറ്റ് അനുബന്ധ ചികിത്സാ രീതികളും ഇതിലുള്ള ഒരു ജേണലാണ്. അതിലൊരു ലേഖനം മെഡിക്കോ ലീഗൽ കേസസ് ഓഫ് നെഗ്ലിജൻസ് അഡ്മിറ്റഡ് ആൻഡ് ജഡ്ജ്മെൻറ്റ് ഡെലിവേർഡ് അണ്ടർ കൺസ്യൂമർ ഫോറം ഇൻ സംഗ്ലി ഡിസ്ട്രിക്റ്റ് മഹാരാഷ്ട്രയിലുള്ളൊരു ജില്ലയാണ്. അപ്പോൾ ആ ജില്ലയിലെ ഒരു ആയുർവേദ കോളേജിൽ നടത്തിയ ഒരു പഠനമാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയ കാലഘട്ടത്തിൽ, ആ ജില്ലയിൽ മാത്രം ഒരു ചെറിയ കാലഘട്ടത്തിൽ മാത്രം ആ കൺസ്യൂമർ ഫോറത്തിൽ മാത്രം വന്ന ഇത്തരം ചികിത്സാ പിഴവുകളെ സംബന്ധിച്ച കേസുകളെടുത്ത് നോക്കിയതിന് ശേഷം അതിലെന്തൊക്കെയാണെന്നൊന്ന് നോക്കുകയാണ്. അപ്പോൾ അതിലെ അബ്സ്ട്രാക്റ്റിൽ അവർ താഴെ പറഞ്ഞിട്ടുണ്ട്, ഓൾ മെഡിക്കോ ലീഗൽ കേസസ് വെയർ ഫൗണ്ട് ഇൻ അലോപ്പതി സിസ്റ്റം ഓഫ് മെഡിസിൻ. എല്ലാ ചികിത്സാ പിഴവ് ആരോപണങ്ങളും അല്ലെങ്കിൽ കേസുകളും വന്നത് അലോപ്പതിയിൽ നിന്നാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തിരി കൂടെ കാലം നീട്ടി നോക്കിയാൽ, ഇത്തിരി കൂടെ മറ്റു കോടതികൾ നോക്കിയാൽ, ഇത്തിരി കൂടെ ഏരിയ വികസിപ്പിച്ചാൽ മറ്റ് കേസുകൾ കാണാൻ കഴിയും. പക്ഷേ എങ്കിലും അവിടെ അവർ നോക്കിയ കാലഘട്ടത്തിൽ ആ നോക്കിയ കോടതിയിൽ നോക്കിയ ജില്ലയിൽ അങ്ങനെ അതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാണ് അവർ പറഞ്ഞത്. നമുക്ക് എങ്കിലും പൊതുവിൽ കുറവ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതറിയണമല്ലോ. അപ്പോൾ നമുക്കിത് കുറേ വലിയ ക്യാൻവാസിൽ വികസിപ്പിച്ച് എവിടെയെങ്കിലുമൊക്കെ വന്ന ആരോപണങ്ങൾ, എവിടെയെങ്കിലും വന്ന കേസുകൾ, പത്രവാർത്തകൾ, കോടതിയിൽ വന്ന കേസുകൾ, അതെല്ലാം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളെല്ലാം കൂടെ എടുത്തിട്ട് കുറച്ച് സാമ്പിൾ എടുത്ത് നമുക്കൊന്ന് നോക്കാം.
എന്താണ് ഈ വന്ന കേസുകളുടെ കാമ്പ് എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഇത് 2013 പൻവേൽ വന്ന അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കേസാണ്. എന്താണ് ഈ ഒരു ചികിത്സാ പിഴവ് എന്ന ഒരു ആരോപണം ആർക്കെതിരെ വന്നു? 2 ആയുർവേദ ഡോക്ടർമാർക്കെതിരെ വന്നു. എന്താണ് 2 ആയുർവേദ ഡോക്ടർമാർ അവർ ചികിത്സാ പിഴവ് കാരണം മരണമുണ്ടാക്കി എന്നുള്ളതാണ് ഇതിലെ ആരോപണം. അങ്ങനെ ഒരു കേസ് വന്നു. ആ കേസിൽ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ 2013 അവർ മലേറിയയെ അലോപ്പതി മെഡിസിൻ വെച്ച് ചികിത്സിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ മോഡേൺ മെഡിക്കൽ മരുന്നുകൾ വെച്ച് ചികിത്സിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇതിലെ കേസ്. അതിലെന്ത് സംഭവിച്ചു? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരാതിയുടെ കാമ്പ്. ഇതാണ് അവർ മലേറിയ കാരണം മരിച്ചു. അദ്ദേഹം ആയുർവേദത്തിൽ ഡിഗ്രി ഉള്ള ആളാണ്. ഈ ചികിത്സിച്ച ഡോക്ടർ ആയുർവേദത്തിൽ ഡിഗ്രി ഉള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഒരു പ്രത്യേക പരിധിക്കപ്പുറത്ത് ഇത് കൊണ്ട് നടക്കുകയില്ല, നമ്മുടെ കയ്യിലിരിക്കുന്ന സംഗതി കളിവഞ്ചിയാണ്, ഇതുകൊണ്ട് ഈ വലിയ പുഴയൊന്നും കടക്കാൻ കഴിയില്ല, വലിയ സമുദ്രമൊന്നും കടക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അദ്ദേഹം സ്വന്തമായിട്ടൊരു സാധനം കയ്യിൽ നിന്ന് കിട്ടു. അദ്ദേഹം മലേറിയയ്ക്കുള്ള മോഡേൺ മെഡിക്കൽ മരുന്നുകളെടുത്ത് പ്രയോഗിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് ഇതിനകത്ത് യാതൊരു ധാരണയുമില്ല. അപ്പോൾ അറ്റംപ്റ്റഡ് ടു ട്രീറ്റ് ദ വിക്ടിം വിത്ത് അലോപ്പതിക് മെഡിസിൻസ് എന്നാണ് വാർത്തയിൽ പറയുന്നത്. അപ്പോൾ ഈ പരാതിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പരാതിയിൽ എന്താണ്? ഷുഡ് ഹാവ് ഇമ്മീഡിയറ്റ്ലി റെഫേർഡ്. എങ്ങോട്ട് റെഫർ ചെയ്യണമെന്നായി പറയുന്നത്? ഒരു ആധുനിക വൈദ്യശാസ്ത്രം പ്രാക്ടീസ് ചെയ്യുന്ന ആളുടെ അടുത്തേക്ക് അയാൾ റെഫർ ചെയ്യണമായിരുന്നു എന്നാണ് പരാതി. അപ്പോൾ അതിൻ്റെ കാമ്പെന്താ? ശരിയായ ചികിത്സയിലേക്ക് റെഫർ ചെയ്തില്ല എന്നാണ് ഈ മരണശേഷം ഈ ബന്ധുക്കൾ പരാതി പറഞ്ഞത്. അപ്പോൾ തങ്ങൾക്ക് ശരിയായ ചികിത്സ കിട്ടിയില്ല. ശരിയായ ചികിത്സയിലേക്ക് എന്ത് ചെയ്തില്ല? അദ്ദേഹം ഞങ്ങളെ ശരിയായ ചികിത്സയിലേക്ക് പറഞ്ഞു വിട്ടില്ല എന്നുള്ളതാണ്. അത് ഒന്നാമത്തെ കേസ്. 2, ഇത് വേറെ 1997 ഋഷികേശിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ ഋഷികേശിൽ സംഭവിച്ചതാണ്. ഇതിൽ നെഗ്ലിജൻസ് ഫൈൻ ഓൺ ആയുർവേദിക് ഡോക്ടർ, അതൊരു പിഴ അടയ്ക്കേണ്ടി വന്ന ഒരു സംഗതിയാണ്. 2.5 ലക്ഷം രൂപ കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് നാഷണൽ കൺസ്യൂമർ ഫോറം ഉത്തരവിട്ടു. ഇതിൽ സംഭവം എന്ന് വെച്ചാൽ ഇത് ഒരു ആയുർവേദ ഡോക്ടർ നടത്തുന്ന ഒരു ക്ലിനിക്കാണ്. ഇതിൽ ഒരു കുട്ടിക്ക് 6 മാസം മുതൽ, ഒരു ചെറിയ കുട്ടിയാണെന്ന് നിങ്ങൾ ആലോചിക്കണം, 6 മാസം പ്രായമുള്ള ഒരു ചെറിയ കുട്ടിക്ക് ഫിറ്റ്സ് ഉണ്ടാകുന്നു, പനിയോടനുബന്ധിച്ചുള്ള ഫിറ്റ്സ് ഉണ്ടാകുന്നു. നമ്മുടെ നാട്ടിൽ ഒരു ചെറിയ ശതമാനം കുട്ടികൾക്ക് ഇത്തരത്തിൽ പനിയോടനുബന്ധിച്ച് ജന്നി വരുന്ന അസുഖം ഉള്ളതായിട്ട് നമുക്കറിയാം. അപ്പോൾ ഇത് മിക്കവാറും മഹാഭൂരിപക്ഷം രോഗങ്ങളും ഈ പനിയോടനുബന്ധിച്ച് ജന്നി വരുന്ന രോഗങ്ങളും ഒരു 5-6 വയസ്സ് കഴിയുമ്പോഴത്തേക്കും അത് തനിയെ അങ്ങ് മാറും. അപ്പോൾ അതുവരെ ഇത് നിയന്ത്രിച്ച് കൊടുത്താൽ മതിയാവും. അതിനുശേഷം തുടരുന്നുണ്ടെങ്കിൽ മാത്രം മതിയാവും മറ്റ് പരിശോധനകൾ, അത് നേരത്തെ തന്നെ ചെയ്യാം. പക്ഷേ തുടർ ചികിത്സകൾ വളരെ ചെറിയ ശതമാനം കുട്ടികൾക്ക് വേണ്ടി വരുള്ളൂ. ഈ കുട്ടിക്ക് ചികിത്സ കൊടുത്തുകൊണ്ടിരുന്നത് ഡൽഹിയിൽ എയിംസിൽ വെച്ചാണ് ചികിത്സ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഋഷികേശിലെ ഈ ഡോക്ടർ പത്രപരസ്യം വഴി, ഇതാണ് ആ കേസ്, പത്രപരസ്യം വഴി ലുവേർഡ് ബൈ പ്രോമിസിങ് അഡ്വർടൈസ്മെൻറ്റ്, വളരെ പ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ പത്രങ്ങൾ വഴി കൊടുത്തിട്ട് ഇവരെ അവിടെ എത്തിച്ചു. എന്നിട്ട് അദ്ദേഹം ഈ കുട്ടിയെ ചികിത്സ ആരംഭിച്ചു. കുട്ടിക്ക് പനി അനുബന്ധിച്ച് ജന്നി വരുന്ന ഒരു അസുഖമാണ്. അദ്ദേഹത്തിന് തോന്നുന്നു ചികിത്സിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന സാധനം വെച്ചുകൊണ്ട്, അദ്ദേഹം പഠിച്ചത് വെച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന സാധനം വെച്ചുകൊണ്ട് ചികിത്സിക്കാൻ അറിയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. ഈ അറിവ് വളരെ പ്രധാനമാണ്. അറിയാം. ആ അറിവ് വെച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് തോന്നിയ മരുന്ന് വെച്ചിട്ട് ചികിത്സിക്കുകയാണ്. ഇതിൽ പറയുന്നുണ്ട്, ഈ വാർത്തയിൽ പറയുന്നത് സെൽജിൻ എന്ന് പറയുന്ന അലോപ്പതിക് മെഡിസിൻ വെച്ച് അദ്ദേഹം ചികിത്സിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് അറിയാത്തൊരു സംഗതി അദ്ദേഹം ചെയ്യുവാണ്. അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന് കയ്യിരിക്കുന്നതുകൊണ്ട് പറ്റില്ല എന്ന്, അതുകൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്. അപ്പോൾ സെൽജിൻ എന്ന മരുന്ന് വെച്ച് ചികിത്സിച്ചു. അപ്പോൾ സെൽജിൻ എന്താ? പാർക്കിൻസോണിസത്തിനുള്ള മരുന്നാണ്. പാർക്കിൻസോണിസത്തിനുള്ള മരുന്നാണ് സെലിജിലിൻ എന്ന് പറയുന്ന മരുന്ന്. അതിൻ്റെ ബ്രാൻഡ് നെയിമാണ് സെൽജിൻ. അപ്പോൾ ആ മരുന്ന് വെച്ച് ചികിത്സിക്കുകയാണ്. അത് ഈ പറയുന്ന 87 ജനിച്ച കുട്ടിയാണ്, 89 ജനിച്ച കുട്ടിയാണ്. 96 ഈ കുട്ടി വളരെ ഗുരുതരാവസ്ഥയിലായി മാറി. അത്രയും വർഷം ഈ കുട്ടിയെ ചികിത്സിക്കുകയാണ്. കുട്ടിയുടെ കണ്ടീഷൻ നാൾക്ക് നാൾ മോശമായി വന്നു. എന്നിട്ട് തിരിച്ച് ഈ ന്യൂറോളജിസ്റ്റ് അടുത്തേക്ക് ഈ കുട്ടിയെ കൊണ്ടുപോയി. അപ്പോഴത്തേക്ക് കുട്ടിയുടെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയായി മാറി. കുട്ടി പിന്നീട് മരിച്ചുപോയി. 97 മരിച്ചുപോയി. അങ്ങനെയാണ് ഈ കേസ് വരുന്നത്. അപ്പോൾ ഇതിലെ ആരോപണം എന്താണ്? ഇതിൻ്റെ കാമ്പ് എന്താണ്? ഇതൊരു കേസാണ്. ഇതിലെ ആരോപണം എന്താണ്? ഇതിൻ്റെ കാമ്പ് എന്താണ്? ശരിയായ ആയുർവേദ ചികിത്സ കൊടുത്തില്ല എന്നുള്ളതല്ല അതിൻ്റെ ആരോപണം. പരാതിയും അതല്ല.
അദ്ദേഹം ചെയ്തതും അതല്ല. അടുത്തത്, ഇത് ഹോമിയോപ്പതി സംബന്ധിയാണ്. നമ്മളെ ഇടുക്കിയിൽ രാജാക്കാട്ട് നടന്ന സംഭവമാണ്, നമ്മളൊക്കെ വായിച്ച ഒരു സംഗതിയാണ്. അപ്പോൾ പാമ്പ് കടിയേറ്റ് യുവതി മരിച്ചു, വിഷചികിത്സാ കേന്ദ്രത്തിനെതിരെ പരാതിയുമായി ബന്ധുക്കൾ. അതിൽ എന്ത് വിഷചികിത്സാ കേന്ദ്രം ഒന്നും അവർ പറയുന്നില്ല, പിന്നെ നമ്മൾ തപ്പി എടുക്കണം. ഇതാണ് വിഷചികിത്സാ കേന്ദ്രം, വിഷാന്തക ഹോമിയോ ക്ലിനിക്ക്, രാജാക്കാട്ടുള്ളതാണ്. വിഷാന്തക ഹോമിയോ ക്ലിനിക്ക് ശരിക്കും അന്തക ഹോമിയോ ക്ലിനിക്കാണ്, വിഷത്തിനല്ലെന്നേ ഉള്ളൂ, അവിടെ ചെല്ലുന്നവരുടെ അന്ത്യമാണ്. അപ്പോൾ ഇവിടെ എന്താ അവർ ചെയ്തത്? അവിടെ അദ്ദേഹം ഹോമിയോ ചികിത്സ ആയിരിക്കണം കൊടുത്തത്. ഇവിടെ ഇദ്ദേഹത്തെ ഈ പറയുന്ന രോഗിയെയും കൊണ്ട്, ഈ സ്ത്രീയെയും കൊണ്ട് ബന്ധുക്കൾ അവിടെ ചെന്നു, പാമ്പ് കടിയേറ്റ ഈ സ്ത്രീയുമായിട്ട് അവിടെ ചെന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് അപ്പോൾ അദ്ദേഹം എന്തൊക്കെ അദ്ദേഹത്തിൻ്റെ ചികിത്സയൊക്കെ ചെയ്തു. അതിട്ട് അപ്പോൾ അവർ ചോദിച്ചു, വിദഗ്ധ ചികിത്സയ്ക്കായി, ഇവിടെയാണ് പത്രക്കാരത് ഒളിപ്പിച്ച് വെച്ചിരിക്കുക, അതിൽ നമ്മൾ വായിച്ചെടുക്കണം, വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകണമോ എന്ന് ബന്ധുക്കൾ ചോദിച്ചു. എന്തായി വിദഗ്ധ ചികിത്സ? ആധുനിക ചികിത്സയാണ്, മോഡേൺ മെഡിസിൻ ചികിത്സയാണ്, അതാണ് അവർ ചോദിക്കുന്നത്. അതിന് കൊണ്ടുപോകണോ എന്നവർ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ശരിയായ ചികിത്സ എന്താണെന്നുള്ളത് ഈ വാർത്തകളിൽ, ഈ പരാതികളിലും, ഈ രജിസ്റ്റർ ചെയ്ത കേസുകളിലും ഒളിഞ്ഞിരിക്കുക. അപ്പോൾ ആ ചികിത്സയ്ക്ക് അവരെ വിട്ടില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിന് തടസ്സം നിന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചു എന്നുള്ളതാണ്, അതിനിടയ്ക്ക് കയറി നിന്നു എന്നുള്ളതാണ് പരാതി. ശരിയായ ചികിത്സ വൈകിപ്പിച്ചു എന്നുള്ളത് തന്നെ പരാതി. വിദഗ്ധ ചികിത്സയ്ക്കായി എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. അതിനുവേണ്ടി ഇടുക്കിയിൽ നിന്ന് കോട്ടയത്തോ മറ്റോ വരേണ്ട കാര്യമുണ്ടോ, കോട്ടയം മെഡിക്കലോ മറ്റോ വരേണ്ട കാര്യമുണ്ടോ എന്നാണ് ആ ചോദിക്കുന്നതിന് അർത്ഥം. അങ്ങനെ ചോദിച്ചിട്ട് വളരെ കൃത്യമായി തന്നെ അവർ ചോദിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ വിദഗ്ധ ചികിത്സയ്ക്കായി എന്നാണ് വാർത്തയിലുള്ളത്. ഇത് വേറൊരു കേസാണ്. ഇത് കേരളത്തിലല്ല, 2019 നടന്ന ഒരു സംഗതിയാണ്. പൂനെയിലാണ്, മഹാരാഷ്ട്രയിലെ പൂനെയിൽ. ഹോമിയോപ്പതി ഡോക്ടർ ഇൻ കസ്റ്റഡി ഫോർ കോസിംഗ് ഡെത്ത് ബൈ നെഗ്ലിജൻസ്, ചികിത്സാ പിഴവ് കൊണ്ട് മരണം സംഭവിപ്പിച്ചതിൽ അദ്ദേഹം കസ്റ്റഡിയിലായി. എന്തായി കേസ് എന്താണ്? ഇതിൻ്റെ പരാതി എന്താണ്? ഇതിൻ്റെ കാമ്പ് എന്താണ്? എന്താണെന്ന് വെച്ചാൽ, ദ ഹോമിയോപ്പത്ത് ഗോട്ട് ദ ഗേൾ അഡ്മിറ്റഡ് ടു ഹിസ് 15-bed ഹോസ്പിറ്റൽ ആൻഡ് അഡ്മിനിസ്ട്രേഡ് അലോപ്പത്തിക് മെഡിസിൻസ്. അതാണ് സംഗതി. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യണമായിരുന്നാണ് പരാതി? അദ്ദേഹം എന്ത് ചെയ്യണമായിരുന്നു എന്നാണ് പരാതി? ഹി ഷുഡ് ഹാവ് റെഫേർഡ് ദ പേഷ്യൻറ്റ് ടു എ ഡോക്ടർ ഓഫ് മോഡേൺ മെഡിസിൻ. ഇതാ പരാതി. നമ്മൾ നമ്മുടെ തല കൊണ്ട് അവിടെ വെച്ച് കൊടുത്തിട്ട് അപകടം സംഭവിച്ച് കഴിയുമ്പോൾ പരാതി പറയുകയാണ് എന്ത്? അവിടെ ശരിയായ ചികിത്സയിലേക്ക് അദ്ദേഹം റെഫർ ചെയ്യണമായിരുന്നു എന്ന് പരാതി പറയുന്നത്. ഇതാണ് ഈ പരാതികളുടെ എല്ലാം കാമ്പ്. ഇതാണ്, നോക്കൂ, റെഫർ ചെയ്യണമായിരുന്നു എന്ന് പരാതി പറയും. ഇതാണ് കേസ്. എന്താണ് ശരിക്കും സംഭവിച്ചത്? എന്താണ്? ഈ പെൺകുട്ടിക്ക് ഛർദിയും ചെവി വേദനയും തൊണ്ടവേദനയും ഒക്കെ ആയിട്ട് ഈ ആശുപത്രിയിൽ ചെന്നു. ഇതൊരു ഹോമിയോപ്പതി ഡോക്ടർ നടത്തുന്നൊരു ആശുപത്രിയാണ്. അപ്പോൾ ഇവരോട് ചില ലാബ് ടെസ്റ്റൊക്കെ ചെയ്യാൻ പറഞ്ഞു. അവരത് ചെയ്തിട്ട് തിരിച്ചു തന്നു. അപ്പോഴത്തേക്ക് ഈ കുട്ടിക്ക് ചെവി വേദനയും ഒപ്പം വയറുവേദനയും ഉണ്ടായി വന്നു. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനോട് ഒരു ആൻറ്റിബയോട്ടിക് ഡ്രിപ്പ് അങ്ങ് ഇട്ടേക്കാൻ പറഞ്ഞു. ഒരു ആൻറ്റിബയോട്ടിക് ഡ്രിപ്പ് അങ്ങ് കാച്ചേക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഈ സ്റ്റൊമക്ക് പെയിൻ, വയറുവേദന ഈ പെൺകുട്ടിക്ക് തുടർന്നു. വേറൊരു ഇഞ്ചക്ഷൻ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് അവസ്ഥ മോശമായി. അപ്പോൾ അങ്ങനെ ഇവർ വേറൊരു ആശുപത്രിയിൽ, ആധുനിക ചികിത്സ കൊടുക്കുന്ന, മോഡേൺ മെഡിസിൻ ചികിത്സ കൊടുക്കുന്ന ഒരു ആശുപത്രിയിലേക്ക് കുട്ടിയെ കൊണ്ടുപോയി. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് കുട്ടി മരിച്ചിരുന്നു. അപ്പോൾ ഇതിൽ പരാതി എന്താണ്? അദ്ദേഹം നേരത്തെ റെഫർ ചെയ്യണമായിരുന്നു എന്നാണ് പരാതി. ഒരു ദുരന്തത്തിലേക്ക് ആ കാര്യങ്ങൾ എത്തുന്നതും എങ്ങനെയാണെന്നും അതിൽ ഈ പറയുന്ന പങ്കെടുത്ത എല്ലാവരുടെയും അറിവും നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ. ആ ഡോക്ടറിന് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള മരുന്നുകൾ വെച്ച്, അദ്ദേഹം പഠിച്ചത് വെച്ച് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുമെന്ന് അറിവുണ്ടായിരുന്നോ? അദ്ദേഹത്തിന് അറിയാമായിരുന്നു അത് പറ്റില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പരിധി വിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അപകടം സംഭവിച്ചതിന് ശേഷം ആ കുട്ടിയുടെ ബന്ധുക്കൾക്ക് എന്താണ് പരാതി പറഞ്ഞത്? അവരെ ആധുനിക ചികിത്സ കിട്ടുന്ന, അല്ലെങ്കിൽ ശരിയായ ചികിത്സ കിട്ടുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം റെഫർ ചെയ്തില്ലായിരുന്നു. അവിടേക്ക് നമുക്ക് നേരത്തെ പോകാമായിരുന്നില്ലേ? എല്ലാവരും ഒരേ സാധനമാണ് പറയുന്നത്, ഒരേ സാധനമാണ് ചെയ്യുന്നത്. അടുത്തത്, ഇത് 2017 രാജ്കോട്ടിൽ നടന്ന സംഭവമാണ്. രാജ്കോട്ട് ഗുജറാത്തിലല്ലേ നടന്ന സംഗതിയാണ്. ഹോമിയോപ്പത്ത് ടോൾഡ് ടു കോമ്പൻസേറ്റ് ഫോർ പ്രിസ്ക്രൈബിങ് അലോപ്പത്തിക് ഡ്രഗ്. അപ്പോൾ ഇതിലെന്താ സംഭവം? ഇതിൽ 2 ലക്ഷം രൂപ പിഴ, അല്ല കോമ്പൻസേഷൻ കൊടുക്കാൻ പറഞ്ഞു, നഷ്ടപരിഹാരം കൊടുക്കാൻ പറഞ്ഞു. അതിലെങ്ങനെ കേസെന്ന് വെച്ചാൽ,
ഒരു ചെറിയ കുട്ടിയുമായിട്ട് ഇദ്ദേഹത്തിനടുത്ത് ചെന്നു. അദ്ദേഹം എന്തോ മരുന്ന് കൊടുത്തു. അത് എന്താണെങ്കിലും ഹോമിയോ മരുന്നല്ല. അദ്ദേഹത്തിന് അതുകൊണ്ട് നിവൃത്തിയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം എന്ത് ചെയ്തു? ലഭ്യമായ മോഡേൺ മെഡിസിൻ്റെ മരുന്നുകൾ അദ്ദേഹത്തിന് അറിവില്ല, ഇതേ നിവൃത്തിയുള്ളതെന്ന് അദ്ദേഹത്തിന് അറിയാം, അങ്ങോട്ട് വിട്ടതുമില്ല. അദ്ദേഹത്തിന് തോന്നും പോലെയൊക്കെ ചെയ്തു. കുട്ടിക്ക് റിയാക്ഷൻസ് ഉണ്ടായി എന്നാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് പുള്ളിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്ത് ചെയ്തു? ഇത് ചൈൽഡ് വാസ് ഷിഫ്റ്റഡ് ടു വേരിയസ് ഹോസ്പിറ്റൽസ്. ഈ ഹോസ്പിറ്റലിനെ പറയുന്നുള്ളൂ കേട്ടോ. അത് ആധുനിക ചികിത്സ കിട്ടുന്ന ആശുപത്രിയിലേക്ക് ഈ കുട്ടിയെ കൊണ്ടുപോയി. എപ്പോൾ കൊണ്ടുപോയി നിങ്ങൾക്കറിയാമല്ലോ എപ്പോൾ കൊണ്ടുപോയെന്ന്. അതൊക്കെ സംഭവിച്ചതിന് ശേഷം, ഇത് കൈവിട്ട് പോയതിന് ശേഷം കൊണ്ടുപോയി. നേരത്തെ ആകാമായിരുന്നില്ലേ? നമ്മൾ ഈ പരാതിയുടെ കാമ്പാണ് ഞാൻ ഈ പറയുന്നത്. ഈ പരാതിയുടെ എല്ലാം കാമ്പ് വളരെ കൃത്യമാണ്. ശരിയായ ചികിത്സ കിട്ടുന്നതിൽ നിന്ന് അവർ ഇടയ്ക്ക് കയറി നിന്നു, തടഞ്ഞു നിന്നു, തെറ്റിദ്ധരിപ്പിച്ചു, കബളിപ്പിച്ചു, പിഴവ് സംഭവിച്ചു എന്നുള്ളതാണ് ഇവിടെ എല്ലാം ഈ പരാതിയുടെ കാമ്പ്. ഇത് പൊള്ളാച്ചിയിൽ നടന്നൊരു സംഗതിയാണ്. അദ്ദേഹം സിദ്ധവൈദ്യനാണ്. ഈ വൈദ്യൻ സിദ്ധവൈദ്യനാണ്. സിദ്ധവൈദ്യൻ ഒരു കൊള്ളിമലയിൽ നിന്ന് കൊണ്ടുവന്ന അത്ഭുത മരുന്നാണെന്ന് പറഞ്ഞിട്ടാണ് ചികിത്സ നടത്തുന്നത്. ഇത് ഈ പെൺകുട്ടിക്ക് നിയന്ത്രിച്ചുകൊണ്ട് മാത്രം പോകാൻ കഴിയുന്ന, അല്ലെങ്കിൽ പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാനാകാത്ത എന്തോ ഒരു ത്വക്ക് രോഗമാണ് എന്നാണ് ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാവുന്നത്. സോറിയാസിസ് ആകാൻ ഇടയുണ്ട്, എന്താണെന്ന് ഈ വാർത്തയിൽ കൃത്യമായിട്ട് പറയുന്നില്ല. അങ്ങനെ ഒരു രോഗമാണെന്നതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം കൊള്ളിമലയിൽ നിന്ന് കൊണ്ടുവന്ന അത്ഭുത മരുന്നാണെന്ന് പറഞ്ഞിട്ടാണ് ഈ കൊടുക്കുന്നത്. അപ്പോൾ എന്ത് വെച്ചാൽ ഈ മരുന്നൊക്കെ പുരട്ടി കഴിയുമ്പോൾ ഈ ഭാഗം മുഴുവൻ പൊള്ളിപ്പോയി. അപ്പോൾ എങ്ങോട്ട് കൊണ്ടുപോയി? റഷ്ഡ് ഹെർ ടു ആൻ അലോപ്പതി ഡോക്ടർ. ആ കേസിൻ്റെ അകത്തുള്ള കാര്യമാണ്. അപ്പോൾ ഒരു അലോപ്പതി ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഇതാണ് വാർത്ത. എന്ന് വെച്ചാൽ ആധുനിക ചികിത്സ കിട്ടുന്ന, അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ ചികിത്സ കിട്ടുന്ന ഒരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് അപ്പോൾ കൊണ്ടുപോയി. അപ്പോൾ അന്നേരം എന്ത് ചെയ്തു? പോലീസ് പോയിട്ട് ഇദ്ദേഹം കൊടുത്തത് എന്താണെന്ന് പറഞ്ഞിട്ട് ഒന്ന് പോയി കെമിക്കൽ എക്സാമിനേഷന് നോക്കി. അപ്പോൾ അന്നേരം മനസ്സിലായത് ഇത് ശരിക്കും ഈ കാസ്റ്റിക് സോഡ എന്ന് വെച്ചാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലേ? സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലേ കാസ്റ്റിക് സോഡ? റെഡ് ഓക്സൈഡ്, ഈ തറയ്ക്ക് പെയിൻ്റ് ഇടുന്ന ഇത് റെഡ് ഓക്സൈഡും, പിന്നെ ഭസ്മവും ഇതിലൂടെ ചാലിച്ച് അങ്ങ് വീശിക്കൊടുത്തു. ആ ഭാഗം മൊത്തം പൊള്ളിപ്പോയി. അതിനി ശരിയാവില്ല. അപ്പോൾ നമ്മൾ എവിടെ പോയി? മോഡേൺ മെഡിസിൻ ഡോക്ടറുടെ അടുത്തേക്ക് പോയി. അപ്പോഴാണ് നമുക്ക് ഈ അസുഖം എന്താണെന്നുള്ളത്, ഇതിൻ്റെ സംഭവമൊക്കെ പിടികിട്ടുന്നത്. ഇത് അപ്പോൾ പോകണോ? ആദ്യം പൊക്കൂടെ? നമ്മൾ ഈ അപകടം വരുത്തണോ? നമുക്ക് കളിവഞ്ചിയുമായിട്ടിത് നീന്തിക്കടക്കാൻ നോക്കണോ എന്നുള്ളതാണ് നമ്മുടെ ഒരു. എന്നിട്ട് നമ്മൾ ഈ കളിവഞ്ചിക്കാരനെ കുറ്റം പറയണോ? ആദ്യമേ നമ്മളിത് കളിവഞ്ചിയാണെന്നും ഈ പുഴ കടക്കാൻ ഇത് മതിയാവില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതല്ലേ? ഇത് ഏഷ്യാനെറ്റ് ന്യൂസിലെ ഒരു വാർത്തയാണ്. അക്യൂപങ്ചറിൻ്റെ മറവിൽ വ്യാജ ചികിത്സ. ഇത് വേറെന്ത് വ്യാജ ചികിത്സയാണ്? ഇതിൻ്റെ മറവിൽ വേറെന്ത് വ്യാജ ചികിത്സയാണ് കൊടുക്കുന്നത്? അക്യൂപങ്ചറിൻ്റെ മറവിൽ, അത് ഏഷ്യാനെറ്റ് ന്യൂസ് കൊടുത്തിരിക്കുന്ന ഹെഡിങ്ങാണ്, തലക്കെട്ടാണ്. അക്യൂപങ്ചറിൻ്റെ മറവിൽ വ്യാജ ചികിത്സ, തട്ടിപ്പിൻ്റെ മറവിൽ വെട്ടിപ്പ് നടത്തുന്നു. ഇതെന്ത് തരം വെട്ടിപ്പാണിത്? അപ്പോൾ ഇതിൽ ഈ വാർത്തകളുടെ എല്ലാ സൈഡിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ അത് ഷോർട്ട് ആൻഡ് URL ആണ്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വാർത്തയുടെ ഫുള്ള് കിട്ടും. നമ്മൾ കുറേ കേസുകളുണ്ട്. ഒരുപാട് കേസുകൾ നമുക്ക് ഇൻ്റർനെറ്റിൽ തിരഞ്ഞാൽ കിട്ടില്ല. ഇതുപോലെ അങ്ങിങ്ങായി ചില കേസുകളെ കിട്ടുള്ളൂ. അങ്ങനെ കേസ് കുറഞ്ഞു പോകുന്നതിന് എന്തായിരിക്കും കാരണം? നമ്മളൊരാൾ പറഞ്ഞാൽ ഇത് ഇത്രയും ഉള്ളോ, ഇത്രയും ഇതിനാണോ നിങ്ങൾ ഈ കിടന്ന് പറയുന്നതെന്ന് ചോദിക്കും അല്ലേ? അതിന് നമ്മൾ പറഞ്ഞൊരു പ്രയോഗം 437 കേസിനാണോ നിങ്ങൾ ഈ ബഹളം വെക്കുന്നതെന്ന് നമുക്ക് ചോദിക്കും. എന്തായിരിക്കും 437 കേസായിട്ട് പോകുന്നത്? അല്ലെങ്കിൽ ഈ വളരെ എണ്ണത്തിൽ താരതമ്യേന കുറഞ്ഞു പോകുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? അറിഞ്ഞുകൊണ്ട് പോയി തല വെക്കുന്നതാണ്. നമ്മൾ പിന്നെ എന്ത് പരാതി പറയും? നമ്മൾ ഇതിലെല്ലാം കണ്ടില്ലേ, നമ്മൾ തന്നെ കൊണ്ടുപോയി തല വെക്കുന്നു. പണി വാളുന്നെന്ന് കാണുമ്പോഴേ നമ്മൾ സ്ഥലം വിടുന്നു. പിന്നെ നമ്മളെന്ത് പരാതി പറയാം? നമ്മൾ തന്നെ പോയി കയറിയതല്ലേ. പരാതി പറയണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വ്യക്തമായിട്ടുള്ള, അദ്ദേഹത്തിന് പ്രിസ്ക്രൈബ് പറ്റാത്ത എന്തെങ്കിലും സാധനം ചെയ്തു, അദ്ദേഹത്തിന് യോഗ്യതയില്ല, ഇതുമാതിരിയുള്ള എന്തെങ്കിലും പറയുകയല്ലാതെ തല വെച്ച് കഴിഞ്ഞിട്ട് പിന്നെന്ത് പറയാനാണ്? വിശ്വാസമല്ലേ, വിശ്വാസ ചികിത്സയ്ക്ക് പോകുന്നതാണ്. അപ്പോൾ എങ്കിലും അത് എണ്ണക്കുറവായിരിക്കും ഇത് തന്നെ നിൽക്കുന്നവർ. കാരണം എന്താ വെച്ചാൽ അവർ ഈ സംശയം തോന്നുമ്പോഴേ മിക്കവാറും പേര് സ്ഥലം വിടും. അപ്പോൾ പിന്നെ അപകടമൊന്നും അവിടെ ഉണ്ടാവില്ല. അവർക്കും ജീവന് പേടിയുണ്ടല്ലോ. ചെന്നൊന്ന് പരീക്ഷണത്തിൽ നിന്ന് നോക്കുന്നതാണ്. ഈ പറയുന്ന ആയുഷിൻ്റെ അല്ലെങ്കിൽ അതുമാതിരി അനുബന്ധമായ മറ്റ് സംഗതികളിലൊക്കെ നമുക്കിത് വഴിയുണ്ടോയെന്ന്
പോയി നോക്കുകയാണ്. ഇപ്പോൾ തോണി ഒന്ന് തുഴഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് സാധനം നടക്കുന്ന കേസല്ല മനസ്സിലാവും. അപ്പോൾ തന്നെ സ്ഥലം വിടും. പിന്നെ ഈ ഇരിക്കുന്ന വൈദ്യനും അല്ലെങ്കിൽ ഈ പറയുന്ന ചികിത്സകനും അയാളുടെ കാര്യം നോക്കുമല്ലോ. ഇന്ന് പണി വാളുന്നെന്ന് കാണുമ്പോഴത്തേക്കും അയാളും പറഞ്ഞു വിടും. മറ്റവരുടെ പരാതി, പല പരാതികളും ഇതാണ്, ഞങ്ങൾ റെഫർ ചെയ്തില്ല എന്നുള്ളതാണ് പലരുടെയും പരാതി. അപ്പോൾ കുറേ പേര് എന്ത് ചെയ്യും, ഈ ചികിത്സകൻ തന്നെ പറഞ്ഞു വിടും. കുറേ പേരെന്ത് ചെയ്യും, അവർ തന്നെ രക്ഷപ്പെട്ടു കളയും, അവർ തന്നെ ജീവനും കൊണ്ട് ഓടിക്കളയും. പിന്നെ ചിലപ്പോൾ നാട്ടുകാരായിരിക്കും പലതരത്തിലുള്ള അനുകമ്പകളൊക്കെ പ്രവർത്തിക്കും. നാട്ടുകാരനല്ലേ ഇതൊക്കെ നമ്മൾ പല സ്ഥലത്ത് നോക്കിയാൽ നമുക്ക് കാണാം. ഇത്തരത്തിലുള്ള പിന്നെ വേണ്ട കേസൊന്നും വേണ്ട എന്ന നിലയിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. പാവപ്പെട്ടവർ അപ്പോൾ നല്ല മനുഷ്യൻ, നല്ല സംസാരം, നല്ല പെരുമാറ്റം, അപ്പോൾ വേണ്ട എന്നാൽ കേസൊന്നും വേണ്ട, വിവരമില്ലാത്ത ഒരുത്തനല്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാണ് ഇനി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇത് കാരണമൊന്നും പിന്നെ ഈ പറയുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മൾ ഈ ശരിയായ ചികിത്സ കൊടുത്തില്ല എന്ന് പറയണമെങ്കിൽ ശരിയായ ആയുർവേദ ചികിത്സയുടെ ഇതിനെ സംബന്ധിച്ചല്ല, ശരിയായ ഹോമിയോ ചികിത്സയുടെ സംഭവം കൊണ്ട് നടക്കുകയില്ലെന്നും അറിയാം. ഇത് ശരി, നമ്മൾ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുക നമ്മൾ കേട്ടിട്ടുണ്ട്. ഇരിക്കുന്ന കൊമ്പ് മുറിപ്പിക്കലാണിത്. കൂലിക്ക് ആളെ വെച്ച് നമ്മൾ ഇരിക്കുന്ന കൊമ്പ് മുറിപ്പിക്കുകയാണ്. അതാണ് ഈ സംഭവം. എന്നിട്ട് നമ്മൾ പരാതി പറയാണ്. ഏത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ആ സംഗതികൾ. അപ്പോൾ ഈ പരാതികൾക്കൊരു പൊതു സ്വഭാവമുണ്ട്. ഏത് മോഡേൺ മെഡിസിൻ്റെ ആശുപത്രികളിൽ നടന്ന ചികിത്സാ പിഴവ് ആരോപണങ്ങളാണെങ്കിലും അത് കേസുകൾ, അത്തരം കേസുകൾ നമുക്ക് കാണാൻ കഴിയും ധാരാളം. ഈ പറയുന്ന ആയുഷോ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള കാലഹരണപ്പെട്ടതോ വ്യാജമായ ചികിത്സകളുടെ പിന്നാലെ പോയ ആളുകളോട് പറയുന്ന പരാതിയിലും ഒരു പൊതു സ്വഭാവമുണ്ട്. എന്താ പൊതു സ്വഭാവം? ഞങ്ങൾക്ക് ശരിയായ ചികിത്സ കിട്ടിയില്ല. എന്താ അപ്പോൾ ശരിയായ ആധുനിക ചികിത്സ കിട്ടിയില്ല, ഞങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു മോഡേൺ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ല. അതാണ് എല്ലാത്തിനെയും പരാതി. നമ്മൾ ഹോമിയോ ആശുപത്രി പോയപ്പോഴും നമ്മുടെ പരാതി എന്തായിരുന്നു? നമുക്ക് ശരിയായ ആധുനിക ചികിത്സ കിട്ടാൻ ഇയാൾ തടസ്സം നിന്നു. ആയുർവേദ ആശുപത്രി പോയപ്പോൾ പിന്നെ പിഴവ് പറ്റി അപകടം പറ്റിയപ്പോഴും പരാതി എന്തായിരുന്നു? നമുക്ക് ശരിയായ മോഡേൺ മെഡിസിൻ ചികിത്സ കിട്ടാൻ ഇദ്ദേഹം തടസ്സം നിന്നു. ഹോമിയോപ്പതി പോയപ്പോഴും അത് തന്നെ, സിദ്ധവൈദ്യൻ്റെ അടുത്ത് പോയപ്പോഴും അത് തന്നെ, അക്യുപങ്ചറിൻ്റെ തന്നെ ഇത് തന്നെ, പരാതി ഇത് തന്നെ, ഒരേ പരാതി എല്ലായിടത്തും. അപ്പോൾ ശരിയായ ചികിത്സ എന്താണെന്നാണ് നമ്മൾ ധരിക്കുന്നത്? നമുക്കറിയില്ലേ എന്താണെന്ന്. അപ്പോൾ ശരിയായ ചികിത്സ കിട്ടിയില്ല എന്ന് നമ്മൾ ആയുർവേദ ആശുപത്രിയിലോ ഹോമിയോ ആശുപത്രിയിലോ പോയിട്ട് നമ്മുടെ അപകടം പറ്റിക്കഴിഞ്ഞിട്ട് പരാതി പറയണോ നമുക്ക് ശരിയായ ചികിത്സ കിട്ടില്ല എന്ന്? അപ്പോൾ ശരിയായ ചികിത്സ കിട്ടണമെങ്കിൽ നമ്മൾ എവിടെ പോകണം? ആ ശരിയായ ചികിത്സ ഓഫർ സ്ഥലത്ത് പോകണ്ടേ? അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവം? ഈ പറയുന്ന ഈ കളിവഞ്ചി കൊണ്ട് ഇത്രയൊക്കെ നടക്കുകയുള്ളൂ. ഇങ്ങനെ വലിയ വെള്ളം ചേർത്ത് അടിച്ചുകൊണ്ട് പോവാം, ഒരു രസത്തിന്, ഒരു ലഹരിക്ക് വെള്ളം ചേർത്ത് അടിച്ചുകൊണ്ട് പോവാം, അതേ പറ്റുള്ളൂ. അപ്പോൾ കോവിഡ് കാലത്ത് പനിക്ക്, ഇപ്പോൾ കോവിഡ് കാലമാണ് അല്ലേ, കോവിഡ് കാലം നമ്മൾ കഴിഞ്ഞു വരുന്നു. കോവിഡ് കാലത്ത് പനിക്കും ചുമയ്ക്കും അലോപ്പതി ചികിത്സ മതിയെന്ന് ആര് പറഞ്ഞ്? ആയുഷ് വകുപ്പ് പറഞ്ഞു. കാരണം എന്താണ്? അത് കോവിഡാകാൻ സാധ്യതയുണ്ട്. എല്ലാ പനിയും ചുമയും കോവിഡ് കാലത്ത് കോവിഡാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിൽ തൊട്ട് കളിക്കണ്ട എന്നാര് പറഞ്ഞു? ആയുഷ് വകുപ്പ് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നമ്മൾ മയത്തിലൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നതല്ലേ നല്ലത് എന്ന് ആയുഷ് വകുപ്പ് തന്നെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവരെ മാറ്റി നിർത്തിയിരിക്കുന്നു. അപ്പോൾ ആയുഷ് വകുപ്പിൻ്റെ മാത്രം ആയുഷ് വകുപ്പ് ഇതൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം നമുക്കും മുൻകരുതലെടുത്തുകൂടെ? ആയുഷ് വകുപ്പ് മുൻകരുതലെടുക്കുന്ന പോലെ നമുക്കും ഈ മുൻകരുതലെടുത്തുകൂടെ? നമ്മൾ ഇതിന് ശേഷം ഞങ്ങൾക്ക് ശരിയായ ചികിത്സ കിട്ടാൻ അവർ തടസ്സം നിന്നു, നമ്മൾ തന്നെ കൊണ്ടുപോയി തല വെച്ച് കൊടുത്തിട്ട് അയാൾ നമുക്ക് തടസ്സം നിന്നു പറയുന്നത് എന്താ അർത്ഥമാണുള്ളത്? അപ്പോൾ നമ്മൾ ശരിയായ ചികിത്സ ആദ്യമേ തിരഞ്ഞെടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ആധുനിക ചികിത്സ ഓഫർ ചെയ്യുന്ന ഒരു സ്ഥലത്ത് നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ ഓഫർ ചെയ്ത് കിട്ടുന്നത്? ലഭ്യമായ ഏറ്റവും നല്ല ചികിത്സ, ഇന്ന് മനുഷ്യസാധ്യമായ ഏറ്റവും നല്ല ചികിത്സ തരാം, അല്ലെങ്കിൽ ഈ പ്രദേശത്ത് ഈ സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ലഭ്യമായ ഏറ്റവും നല്ല ചികിത്സ തരാം എന്നുള്ളതാണ് ഓഫർ. അതാണ് ഓഫർ. അതിലെന്താണ് അതിൻ്റെ ഫലം? എന്താ പറയുന്നത്? മനുഷ്യസാധ്യമായൊരു ഫലം കിട്ടും. അത് ചെയ്ത് കിട്ടും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു സോറിയാസിന് പൊള്ളുന്ന ആൽക്കലി പുരട്ടി കൊടുത്തു. അപ്പോൾ അതേ സമയത്ത് ആ അസുഖം കൊണ്ട് അവരതിന് ശേഷം അവിടെ പോകുമ്പോൾ അവരോടത് മോഡേൺ മെഡിസിൻ്റെ ഡോക്ടർ പറയുന്നുണ്ടോ അത് നിയന്ത്രിച്ചുകൊണ്ട് പോകാനേ കഴിയുള്ളൂ. ആ നിയന്ത്രിച്ചുകൊണ്ട് പോകലാണ് നമുക്ക് ഇന്ന് മനുഷ്യന് സാധിക്കുന്നത്. അതിനപ്പുറത്തൊരു ഫലം ഇന്ന് മനുഷ്യർക്ക് സാധിക്കില്ല.
മനുഷ്യർക്ക് ആർക്കും സാധിക്കില്ല. മനുഷ്യർക്ക് നൽകാവുന്ന ഏറ്റവും നല്ല ചികിത്സയാണ് ആധുനിക ചികിത്സ എന്ന് പറയുന്നത്. അത് വേറൊരു മനുഷ്യനും സാധിക്കില്ല. അയാൾ വേറെന്തോ പഠിച്ചിട്ട് വന്നുള്ളതുകൊണ്ട് അയാൾക്ക് സാധിക്കില്ല. ഇന്ന് മനുഷ്യർക്ക് സാധ്യമായിട്ടുള്ള നല്ല ചികിത്സ ആധുനിക ചികിത്സയിലാണ് ഉള്ളത്. അല്ലാതെ ആ ചികിത്സകളുടെ ഒരു സഞ്ചയത്തെയാണ് ആധുനിക ചികിത്സ എന്ന് പറയുന്നത്. അപ്പോൾ കാലഹരണപ്പെട്ടതോ വ്യാജമായ ചികിത്സ എങ്ങനെയാണ് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ കേട്ടറിവുകളുടെ ബലത്തിൽ അവർ തോന്നുന്ന മരുന്നുകളൊക്കെ നേരത്തെ പാർക്കിൻസോണിസത്തിൻ്റെ മരുന്നുകളെടുത്തിട്ട് ഈ 1 വയസ്സുള്ള കുട്ടിക്ക് കൊടുക്കുന്ന പോലെയുള്ള കേട്ടറിവുകളുടെ ബലത്തിൽ അവർ സ്വന്തം നടത്തുന്ന പരീക്ഷണങ്ങൾ ഒക്കെ എന്താ അത് ഓഫർ ചെയ്യുന്നത്? എന്താണ് അവർ ഓഫർ ചെയ്യുന്നത്? 100% ഫലമാണ്. എല്ലാ രോഗത്തിനും 100% ഫലം. ഇതാൻ്റെ ഓഫർ. അതിൽ പെട്ടുപോയി എന്ന് ഈ പരാതികൾ ഇവർ പറയുന്നുണ്ട്. ഈ പരാതികളെല്ലാം തന്നെ ഞങ്ങൾ പ്രതീക്ഷ നൽകുന്ന പരസ്യത്തിൽ പെട്ടുപോയി എന്നവർ പറയുന്നുണ്ട്. ഈ അതിലെല്ലാം അവർ പറയണം ആ പരസ്യത്തിൽ പെട്ടുപോയി. കൊള്ളിമലയിൽ നിന്ന് ദിവ്യ ഔഷധം കൊണ്ടുതരാം എന്ന് പറഞ്ഞ് ഞങ്ങളതിൽ പെട്ടുപോയി. ഇതാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു കള്ളത്തരത്തെ തിരിച്ചറിയുന്നതിന് നമ്മളും കൂടി മുൻകരുതലെടുക്കണം. നമ്മൾ തന്നെ സ്വയം തിരിച്ചറിഞ്ഞ് ഇതിൽ നിന്ന് മാറി നിൽക്കണം. അപ്പോൾ മുൻകരുതലാണ് നല്ലത്. ഏത് വിധത്തിലാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ശരിയായ ചികിത്സയ്ക്ക് വേണ്ടി ശരിയായ ചികിത്സ തരുന്ന സ്ഥലത്ത് പോവുക. വ്യാജ ചികിത്സ തരുന്ന സ്ഥലത്ത് പോയിട്ട് ശരിയായ ചികിത്സ കിട്ടിയില്ല എന്ന് പരാതി പറയാനുള്ള ഇടയുണ്ടാക്കാതിരിക്കുക. നമ്മൾ യുക്തിപൂർവ്വം നമ്മുടെ ചികിത്സ തിരഞ്ഞെടുക്കുക. ഇത്ര നേരം എന്നെ ശ്രവിച്ച നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി. നമസ്കാരം. ഇത് സംബന്ധമായ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. വളരെ നല്ല പ്രസൻറ്റേഷൻ ആയിരുന്നു ഡോക്ടർ. ഈയിടെ അടുത്തുണ്ടായ ഒരു വിവാദമാണ് ആയുഷ് ഡോക്ടർമാർക്ക് ചില സർജിക്കൽ പ്രൊസീജിയറുകളൊക്കെ ചെയ്യാം. ഇപ്പോൾ ആധുനിക അനസ്തേഷ്യ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ആൻറ്റിബയോട്ടിക്കുകളൊക്കെ ഉപയോഗിച്ച് അവർക്കും ചെയ്യാം എന്നൊരു നിയമസാധുത കൊടുത്തിരിക്കുകയാണ്. സോ അതും ഒരു തരത്തിലൊരു കളിവഞ്ചി കൊണ്ടുള്ളൊരു കളിയാണ്. സോ അതുമായി നമുക്കറിയാം സർജിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഒരുപാട് നെഗ്ലിജൻസ് കേസുകൾ സാധാരണമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നെഗ്ലിജൻസ് കേസുകൾ വരാൻ സാധ്യത എത്രയുണ്ട്? എങ്ങനെ അവർ അതിനെ ഡിഫെൻഡ് ചെയ്യും? അതിനെക്കുറിച്ച് ഡോക്ടർക്ക് എന്താണെന്ന് പറയാനുള്ളത്? ഇപ്പോൾ ഇവരിങ്ങനെ സർജറി ചെയ്യുകയാണെങ്കിൽ വെദർ ദേ ആർ ക്വാളിഫൈഡ്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു നിയമവശം? ഇത്തരത്തിലുള്ള കേസുകളെ സംബന്ധിച്ച് അപ്പോൾ നമ്മളൊരു സ്റ്റാൻഡേർഡ് കെയർ എങ്ങനെയാണെന്നുള്ളതനുസരിച്ചാണ് ഇതിൽ ഒരു കോടതി അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനം അതിനെ പരിഗണിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ആ ക്വാളിഫിക്കേഷൻ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ചികിത്സ കൊടുത്തോ എന്നാണ് ഈ നെഗ്ലിജൻസിൽ നോക്കുന്നത്. ഇത് ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ട് മാത്രമുള്ള ഒരു സംഗതിയാണ്. നമ്മൾ ആ ഒരു ലിസ്റ്റ് പരിശോധിച്ചാൽ നമുക്ക് പല 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 ഓപ്പറേഷൻസ് നമുക്കതിൽ കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ വളരെ പണ്ട് മുതൽ ഇതിൽ ആയുർവേദത്തിൻ്റെ പേരിൽ ചെയ്തു വന്നിരുന്ന കൊച്ചു കൊച്ചു പ്രൊസീജിയേഴ്സ് അതിലുൾപ്പെടുന്നുണ്ട്. അതിൽ ഉദാഹരണത്തിന് നമ്മുടെ പൈൽസിൻ്റെ ചികിത്സ, ഇതൊക്കെ ആ ഓപ്പറേഷൻ എന്ന പേരിൽ ഉൾപ്പെടുത്തിയ ലിസ്റ്റിലുണ്ട്. ഈ ഓപ്പറേഷൻ ഇതിനൊക്കെ വിളിക്കുമോ അല്ലെങ്കിൽ പഴുപ്പ് കുത്തിക്കളയുന്നത് ഒരു വലിയ ഓപ്പറേഷനായിട്ട് ഈ ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പണ്ട് മുതലേ ഒരു സ്ഥലത്ത് പഴുപ്പ് കെട്ടിയാൽ അത് കുത്തിക്കളയണം എന്നുള്ളതൊരു നോളജാണ്. അത് പണ്ട് തൊട്ടേ ചെയ്യുന്നതാണ്, ഇന്നും ചെയ്യുന്നതാണ്. അപ്പോൾ അത് ചെയ്യുന്നത് ഇത് ലിസ്റ്റിലുണ്ട്. ഈ ലിസ്റ്റിൽ കുറേ ഓപ്പറേഷൻസ് പറഞ്ഞത്. അതിൻ്റെ കൂട്ടത്തിൽ അപ്പൻഡിസെക്ടമി, അപ്പൻഡിക്സ് മുറിച്ച് മാറ്റുക, അപ്പൻഡിക്സ് പഴുത്ത് അല്ലെങ്കിൽ ആ ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പോഴത്തേക്ക് അത് മുറിച്ച് മാറ്റുക. അതുപോലെ ഈ ടെസ്റ്റിസിൻ്റെ ഇത് കറങ്ങിപ്പോകുമ്പോൾ അത് അവിടെ തുറന്നിട്ട് അത് ഫിക്സ് ചെയ്യുന്ന ഓപ്പറേഷൻസ്, ഇതുപോലെയുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് നോളജ് വേണ്ടുന്ന ഓപ്പറേഷൻസ് വരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും ഒരു വേരിയിങ് ആയിട്ടുള്ള അത്രയും റേഞ്ച് വരുന്നൊരു ലിസ്റ്റാണത്. അപ്പോൾ അത് ഇത്തരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് നോളജ് വേണ്ടുന്ന ഒരു ചികിത്സ ഈ ഓപ്പറേഷൻസ് അതിൽ ഉൾപ്പെടുത്തിയത് ഒരു തെറ്റായിട്ടുള്ള ഒരു തീരുമാനമെന്ന് മാത്രമേ നമുക്കത് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത് നിയമപരമായി വരുമ്പോൾ ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായി ഇത് എങ്ങനെ വരുന്നുള്ളത് പിന്നീട് വരുന്ന കോടതി വിധികളിൽ നിന്നാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുക. എങ്കിലും അതിൻ്റെ അടിസ്ഥാന സങ്കല്പം ഇതാണ്: ആ ഒരു സാഹചര്യത്തിൽ അയാൾക്ക് കിട്ടിയ പരിശീലനം വെച്ച്, അയാളുടെ ക്വാളിഫിക്കേഷൻ വെച്ച്, അയാൾക്ക് തത്തുല്യമായ യോഗ്യതയുള്ള ഒരാൾ ചെയ്യുമായിരുന്ന കാര്യങ്ങൾ അയാൾ ചെയ്തോ എന്നാണ് നോക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ആയുർവേദക്കാരൻ ഒരു അപ്പൻഡിസെക്ടമി ചെയ്താൽ ഇയാളെപ്പോലെ തന്നെ ക്വാളിഫിക്കേഷൻ ഉള്ള, അയാളെപ്പോലെ തന്നെ മറ്റ് സാഹചര്യങ്ങളുള്ള ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന മറ്റൊരു ആയുർവേദക്കാരൻ ഈ ചെയ്യുമായിരുന്ന പോലെ ഇദ്ദേഹം ചെയ്തോ
എന്നേ നിയമത്തിന് പരിശോധിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ പരിശോധിക്കുമ്പോൾ ആപ്പിലാകുന്നത് ഡോക്ടറല്ല, അവിടെ പോയി വയർ തുറന്ന് കൊടുക്കുന്ന ആളായിരിക്കുമെന്ന് മാത്രമേ ഇതിനകത്ത് പറയാനുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ യുക്തിപൂർവ്വം നമ്മുടെ ചികിത്സ തിരഞ്ഞെടുക്കുക. ഡോക്ടർ, ഇന്നലെ ടി വിയിൽ കണ്ടൊരു ന്യൂസാണ്, ഒരു കൈരളി ടി വിയിലെ ന്യൂസ് ആയിരുന്നു. വ്യക്തതയില്ല. കൈരളി ടി വിയിൽ കണ്ടൊരു ന്യൂസായിരുന്നു. 2012 കണ്ണൂരിൽ ആരംഭിച്ച അമ്മയും കുഞ്ഞും എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, അത് സക്സസ്ഫുൾ ആയത് കാരണം വീണ്ടും കോഴിക്കോടും തിരുവനന്തപുരത്തും തുടങ്ങി. അതിനുശേഷം കൂടുതൽ റിസൾട്ട് വരുന്ന കാരണം കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ ജില്ലാ ഹോമിയോ ആശുപത്രികളിലും ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റാണ്. വാർത്ത എങ്ങനെയായിരുന്നു? അതായത് കുറേ കപ്പിൾസ് നിന്ന് കുട്ടികളുമായിട്ട് നിൽക്കുന്നു. അവർ പറയുന്നത് അലോപ്പതി ട്രീറ്റ്മെൻറ്റിൽ ഒരുപാട് ചിലവാക്കി, പക്ഷേ ഒന്നും നടന്നിട്ടില്ല, ഇപ്പം കുട്ടികളുണ്ട്. എനിക്കറിയേണ്ടത് ഇതിൻ്റെ സയൻസ് എന്താണ്? എന്തെങ്കിലും ദിവ്യത്വമാണോ ഇതിനകത്തുള്ളത്? അത്രേ ഉള്ളൂ. നമ്മൾ ഈ ചികിത്സിച്ചു ഫലം കണ്ടു, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നേരത്തെ ഈ നമ്മൾ കളിവഞ്ചിയുമായിട്ട് ഒരു ചെറിയൊരു നീന്തൽക്കുളം നീന്തി കടന്നു. അപ്പോൾ നമുക്ക് നോക്കുമ്പം കളിവഞ്ചിയുമായിട്ടാണ് കടന്നത്, പക്ഷേ കളിവഞ്ചിയിലല്ല കടന്നത്. നമ്മൾ കളിവഞ്ചി കയ്യിൽ പിടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഹോമിയോപ്പതിയുടെ ഫലപ്രാപ്തിയെ സംബന്ധിച്ച് നമ്മൾ ഇത്തരത്തിലുള്ള കുറേ കഥകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ അതിന് ശരിക്കും കൃത്യമായ ശാസ്ത്രീയമായ പഠനങ്ങളാണ് വേണ്ടത്. നമ്മുടെ കേരളത്തിൽ തന്നെ ഇത്തരത്തിൽ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് ഈ ആയുഷിൻ്റെ കീഴിൽ വരുന്ന സംഗതികളെ സംബന്ധിച്ച് നമ്മുടെ ഭരണാധികാരികൾക്ക് തന്നെ ഉള്ള തെറ്റിദ്ധാരണകളും അവരുടെ തന്നെ അന്ധവിശ്വാസങ്ങളും നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ പൊതുജനങ്ങളെ തന്നെ പല സമയത്തും സ്വാധീനിക്കുന്നതുമാണ്. അപ്പോൾ ഇത് തികച്ചും തെറ്റായിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഈ പറയുന്ന ഒരു ഹോമിയോ ഡിഗ്രിയുള്ള ഒരാൾ ചികിത്സിച്ചു, അതിന് ഒരു ഫലം കണ്ടു. ഹോമിയോ ഡിഗ്രിയുള്ള ആൾ ചികിത്സിച്ചു ഫലം കണ്ടു എന്നുള്ളതല്ല, ഹോമിയോപ്പതിക്ക് ഫലപ്രാപ്തി ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഹോമിയോപ്പതിയുടെ ഫലപ്രാപ്തി, ഹോമിയോക്കാരൻ ചികിത്സിച്ചു അല്ലെങ്കിൽ അയാളുടെ ഡിഗ്രി ഹോമിയോപ്പതി ആയിരുന്നു, അയാളുടെ രോഗിക്ക് അസുഖം മാറി എന്നുള്ളതുകൊണ്ട് അതാകുന്നില്ല. അതിന് പല പല കാരണങ്ങളുണ്ടാകാം. അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് നമുക്ക് നോക്കാം. പക്ഷേ അതിൻ്റെ അടിസ്ഥാനം ആ ചികിത്സ ഫലപ്രദമാണോ എന്നറിയാൻ ആ ചികിത്സ തന്നെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ടെസ്റ്റുകളൊന്നും തന്നെ ഹോമിയോപ്പതി ഒരിക്കലും വിജയിച്ചിട്ടില്ല. ഇതെല്ലാം ഇത്തരത്തിൽ ഹോമിയോപ്പതി ഇല്ലെങ്കിലും ഫെർട്ടലാകാവുന്ന ആളുകൾ ഫെർട്ടലായെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിലും അവർക്ക് കുട്ടി ഉണ്ടാകുമായിരുന്നു, അപ്പോഴും അവർക്ക് കുട്ടിയുണ്ടായി. അത് അവർക്ക് ഒത്തു കിട്ടി. അപ്പോൾ അവർ എത്ര പേരെ ചികിത്സിച്ചു, എത്ര പേർക്ക് റിസൾട്ട് കിട്ടി? നമ്മൾ ഇവിടെ 100% അവർ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അവരെത്ര ശതമാനം ആളെ എത്ര പേരെ ചികിത്സിച്ചു, അവർക്ക് എത്ര റിസൾട്ട് കിട്ടി? എവിടെ താരതമ്യ പഠനം? അവിടെ ഒരു ആധുനിക ചികിത്സയിൽ എത്ര പേരെ ചികിത്സിച്ചു, എത്ര പേർക്ക് റിസൾട്ട് കിട്ടി? ഹോമിയോപ്പതിയിൽ എത്ര പേരെ ചികിത്സിച്ചു, എത്ര പേർക്ക് റിസൾട്ട് കിട്ടി? ആ താരതമ്യം എവിടെ? അവർ 10-20 വർഷം ചികിത്സിച്ചു, അതിൽ ഈ പറയുന്ന എണ്ണം ആളുകൾക്ക് കിട്ടി എന്ന് പറയുന്ന കഥകളല്ലാതെ അതിൻ്റെ കണക്കവിടെ, താരതമ്യം ഉടനെ അവിടെ, അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് അവിടെ നിന്നാണ് അത് കണ്ടെത്തേണ്ടത്, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്തരത്തിലുള്ള യാതൊരു പഠനത്തിലും ഈ ഒരു തരത്തിലുള്ള കാലഹരണപ്പെട്ടതോ വ്യാജമായ ചികിത്സകളൊന്നും തന്നെ ഈ ടെസ്റ്റ് മറികടന്ന് ഈ പറയുന്ന ഇന്ന് നൽകാവുന്ന കൊള്ളാവുന്ന ചികിത്സയാണെന്ന് ഒരു തെളിവും ഇന്ന് വരെ നമുക്ക് കിട്ടിയിട്ടില്ല. അതിന് യാതൊരു സംശയത്തിനിടെ ഹോമിയോപ്പതിയുടെ കാര്യത്തിൽ യാതൊരു സംശയത്തിനിടയില്ലാത്ത വിധം തെളിവുകളുടെ ബാഹുല്യമുള്ള ഒരു സംഗതിയാണ്. അതായത് നമ്മൾ ഹോമിയോപ്പതി ഡോക്ടർമാരെ കാണിച്ചിട്ട് ഒരുപാട് അസുഖങ്ങൾ മാറി. സാധാരണ നമ്മുടെ നാട്ടിൽ, ഞാൻ കണ്ണൂർക്കാരനാണ്, ഡോക്ടർ പ്രദീപ് എന്ന് പറഞ്ഞ ഡോക്ടർ ഉള്ളതാണ്. ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഹോമിയോപ്പതിയിലായിട്ട് ഞാൻ ഇതുവരെ കാണിക്കാൻ പോയിട്ടില്ല. പക്ഷേങ്കിൽ അവർ കൊടുത്തിട്ട് പനിയായാലും ഏത് അസുഖമായി കഴിഞ്ഞാലും മാറുന്ന സംഭവമുണ്ട്. അപ്പോൾ അലോപ്പതിയിൽ കൊടുക്കുന്ന ഡോക്ടർ കൊടുക്കുന്ന പാരസെറ്റമോൾ അതുപോലുള്ള മരുന്നുകളുടെ കണ്ടൻസ് തന്നെയാണോ ഹോമിയോപ്പതിയിലെ ഡോക്ടർമാരും കൊടുക്കുന്നത്? അതിലടങ്ങിയിരിക്കുന്ന അതേ മരുന്ന് തന്നെയാണോ? അല്ലാതെ വെറുതെ ഒരു ഡോക്ടർ വിചാരിച്ചാൽ മാത്രം അസുഖം മാറില്ലല്ലോ. അലോപ്പതിയിലെ ഡോക്ടർ കൊടുക്കുന്ന ഇംഗ്ലീഷ് മരുന്നിൻ്റെ കണ്ടൻസ് തന്നെയാണോ ഹോമിയോപ്പതിയിലും കൊടുക്കുന്നത്? അതുകൊണ്ടാണോ അസുഖം മാറുന്നത്? ഇതുവരെ അലോപ്പതി ഡോക്ടർമാരോ അല്ലെങ്കിൽ അവരുടെ ഗവേഷകരോ ഹോമിയോപ്പതിയിൽ ഡോക്ടർ കൊടുക്കുന്ന മരുന്നുകൾ താരതമ്യം ചെയ്ത് നോക്കാറുണ്ടോ അല്ലെങ്കിൽ പഠിക്കാറുണ്ടോ എന്നറിയാം. നമ്മുടെ ഒരു വാദം അല്ലെങ്കിൽ നമ്മൾ ഈ മനസ്സിലാക്കേണ്ടുന്ന സംഗതി, ഹോമിയോക്കാരൻ ചികിത്സിച്ചാൽ അസുഖം മാറില്ല എന്നുള്ളതല്ല, ഹോമിയോപ്പതിക്ക് ഫലപ്രാപ്തി ഇല്ല എന്നുള്ളതാണ്.
ഹോമിയോക്കാരൻ എന്താ ചെയ്യുന്നത് നമുക്കറിയില്ല. അപ്പോൾ ഇത് ഈ വ്യാജ ചികിത്സകൾ ഫലിക്കുന്നതായി തോന്നുന്നതിന് അനേകം കാരണങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടൊരു കേസിൽ ഒരു കുട്ടിക്ക് അവർ പിന്നെ പനി കുറയാൻ വേണ്ടി പാരസെറ്റമോൾ കൊടുത്തു എന്നൊരു സംഗതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ആ സമയത്ത് പാരസെറ്റമോൾ, ഹോമിയോ ഡോക്ടറാണ്, അദ്ദേഹത്തിന് പാരസെറ്റമോൾ കൊടുക്കാൻ പറ്റില്ല. അദ്ദേഹം ആ കേസിൽ, കാരണം അദ്ദേഹം കൊടുത്തത് ഇത് പാരസെറ്റമോൾ ഗുളികയാണെന്ന് പിന്നീട് പോലീസ് പിടിച്ചെടുക്കുകയും ടെസ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. അദ്ദേഹത്തിന് കോടതിയിൽ ഇതിന് വിശദീകരണം കൊടുക്കേണ്ടി വന്നു. ഏത് താങ്കൾ എന്തിനാണ് ഈ ഹോമിയോ മരുന്ന് കൊടുത്തത് എന്ന് പറഞ്ഞിട്ട് ചോദിക്കേണ്ടി വന്നു, ഉത്തരം പറയേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് പെട്ടെന്ന് പനി കുറയാൻ വേറെ ഒരു മാർഗ്ഗമില്ലെന്നാണ്. അവരുടെ കയ്യിൽ പനി കുറയാൻ മാർഗ്ഗമില്ല, അതാണ് സംഗതി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ട സംഗതി. ഇനി പഠനങ്ങളുടെ ഇതിലേക്ക് വേണം. കഥകളാണെങ്കിൽ ഇതാണ് ഒരു വേരിഫൈഡ് കഥ, ഇതാണ്. അത് നമ്മൾ ഈ കേസിൽ കോടതിയിൽ ചെന്ന് കൃത്യം ഉത്തരം പറയേണ്ട വന്ന സ്ഥലത്ത് പറയുന്നതാണ്. ഞങ്ങളുടെ കയ്യിൽ പെട്ടെന്ന് പനി കുറയാൻ മരുന്നൊന്നുമില്ല, പനി തന്നെ കുറയുന്ന സ്ഥലത്ത് കുറഞ്ഞു പോകാനുള്ള മരുന്നേ ഉള്ളൂ എന്ന് കോടതിയിൽ പോയി പറയേണ്ട നിവൃത്തികേട് വന്നു. ഇതൊരു വേരിഫൈഡ് കഥയാണ്. നമ്മുടെ നാട്ടിൽ വെരിഫിക്കേഷൻ ഇല്ലാതെ പറയുന്ന കഥയല്ല, കോടതിയിൽ പോയി എഴുതി കൊടുത്ത കഥയാണ്. ഇനി പഠനങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ തെളിവുകൾ ലഭ്യമാണ്. ഹോമിയോപ്പതിയുടെ നിഷ്ഫലതയെ സംബന്ധിച്ച് നമ്മളത് കാലഹരണപ്പെട്ടു പോയ, പണ്ടെന്നോ നടത്തിയ ഒരു ചികിത്സാ ശ്രമം കാലഹരണപ്പെട്ടു പോയതല്ലത്. അത് സമ്പൂർണ്ണമായി നിഷ്ഫലമായ ഒരു ചികിത്സയാണെന്ന് നമുക്ക് തെളിവുകളുടെ ബാഹുല്യമുള്ള ഒന്നാണ്. ഇതിൽ 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, 2005 ലാൻസെറ്റ് നടത്തിയ ഒരു വലിയ പഠനമുണ്ട്. 100-ലധികം രോഗങ്ങൾ ഹോമിയോപ്പതി ചികിത്സയും ഹോമിയോപ്പതി ചികിത്സകന്മാരെയും പ്ലാസിബോ മരുന്നുകൾ കൊടുത്തുകൊണ്ടും താരതമ്യപ്പെടുത്തി നടത്തിയ വലിയ പഠനമാണ്. 100-ലധികം രോഗങ്ങളിൽ ഈ മരുന്നുകൾ കൊടുത്തു. ഇതിൽ പ്ലാസിബോയേക്കാളും എന്ന് വെച്ചാൽ പൊള്ള മരുന്നിനേക്കാളും യാതൊരു ഫലവും ഹോമിയോപ്പതി തരുന്നില്ല എന്ന് വ്യക്തമായ ഫലം ആ ഗവേഷണത്തിൽ ലഭിച്ചതാണ്. അതിൽ ഹോമിയോപ്പതിക്കാർ പങ്കെടുത്തതാണ്. ഇത്തരത്തിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെയും ഗവേഷകരായിട്ടുള്ളവരും എല്ലാം പങ്കെടുത്ത ഒരു വലിയ പഠനമാണ്. അതിൽ 2005 ലാൻസെറ്റ് ഇത് പ്രസിദ്ധീകരിക്കുന്ന മെഡിക്കൽ ജേണലിൽ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. വേറൊന്ന്, നമുക്ക് വളരെ എളുപ്പത്തിൽ നോക്കാവുന്ന സംഗതി, വിക്കിപീഡിയയിലെ എല്ലാ പേജുകളും ഒരുപോലെ അല്ല എന്ന് നിങ്ങൾക്കറിയായിരിക്കും. ലോക്ക് ചെയ്ത ഒരു പേജുണ്ട് ഹോമിയോപ്പതിയെ സംബന്ധിച്ച്. വിക്കിപീഡിയ എന്ന് പറയുന്ന എൻസൈക്ലോപീഡിയ, അത് ലോക്ക് ചെയ്ത് വെച്ചിരുന്ന, കംപ്ലീറ്റ്ലി ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ആർട്ടിക്കിളുണ്ട്. അത് ഹോമിയോപ്പതിയെക്കുറിച്ചുള്ള ആർട്ടിക്കിളാണ്. അതിൽ ഹോമിയോപ്പതി 100% പ്ലാസിബോ ആണ്, 100% പൊള്ളയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം അവിടെ എഡിറ്റോറിയൽ ബോർഡ് തെളിവുകൾ പരിശോധിച്ച് അത് പൊതുജനങ്ങൾക്ക് ഈ കൊടുക്കേണ്ട അറിവ് ഇത് തന്നെയാണെന്ന് തീരുമാനിച്ച ഒരു സംഗതിയാണ്. സ്പെഷ്യലൈസ്ഡ് സാധനം ഞാൻ പറഞ്ഞു, ലാൻസെറ്റ് മെഡിക്കൽ ജേണലിലാണ്. ഇത് പൊതുജനങ്ങളുടെ മുമ്പിൽ സാധാരണ നിലയിൽ ലഭ്യമായ ഒരു എൻസൈക്ലോപീഡിയയെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. അത് ലോക്ക് ചെയ്ത പേജാണ്, ആർക്കും എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. ഇതിൽ നമ്മുടെ കേരളത്തിലെ ഹോമിയോക്കാരെല്ലാം കൂടെ ചേർന്ന് ഒരു കത്ത് അയച്ചായിരുന്നു. ഒരു കത്തുകൾ എന്ന് വെച്ചാൽ കത്തുകളുടെ ധാരാളം കത്തുകൾ അയച്ചായിരുന്നു. അപ്പോൾ അതിൽ അവർക്ക് കിട്ടിയ മറുപടി അതങ്ങനെ തിരുത്താൻ കഴിയില്ല, അത് അവർക്ക് തെളിവുകളുണ്ട്, ഇത് പൊള്ളയായ ചികിത്സയാണെന്നതിന് തെളിവുകളുണ്ടെന്നാണ് മറുപടി കിട്ടിയത്. ഇതൊക്കെയാണ് വെരിഫൈ ചെയ്ത് പറയാൻ കഴിയുന്ന സംഗതികൾ. നമുക്ക് ഇത്തരത്തിലുള്ള കഥകൾ, നമുക്ക് ഇത്തരത്തിൽ നാട്ടിലൊക്കെ ധാരാളം കഥകൾ പലയിടത്തും കേൾക്കാൻ കഴിയും. വെരിഫൈ ചെയ്ത കഥകളെല്ലാം തന്നെ അതിന് എതിരാണ്, അതിൻ്റെ പൊള്ളയ അവകാശവാദങ്ങളെ തുറന്നു കാണിക്കുന്നതുമാണ്. ഇനി ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടോ? നന്ദി ഡോക്ടർ രാജേഷ്. താങ്ക് യു വെരി മച്ച്.